സിംഗപ്പൂർ മലേഷ്യ ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ ഞങ്ങളുടെ ഐറ്റിനറി ഇല്ലാത്ത ഒരു സ്ഥലമായിരുന്നു മലാക്ക. നമുക്ക് മലാക്കയിൽ ഹോട്ടലിൽ റൂം എടുക്കണ്ട, പകരം നിങ്ങളെ ത്രില്ലടിപ്പിക്കുന്ന ഒരിടത്തേക്കാണ് ഞാൻ കൊണ്ടുപോകുന്നത് എന്നും പറഞ്ഞ് അവൻ ഞങ്ങളെ കൊണ്ടുപോയത് ഈ കാണുന്ന സ്ട്രീറ്റിലേക്കാണ്. കാർ കൊണ്ടുപോയി നിർത്തിയതാകട്ടെ നിറയെ ഓറഞ്ച് ഉണ്ടായി നിൽക്കുന്ന ബോൺസായി ചെടികൾ നിറഞ്ഞ അലങ്കരിച്ച ഒരു മനോഹരമായ ഹോം സ്റ്റേയ്ക്ക് മുന്നിലും. പൂമുഖത്ത് 2-3 വിദേശികൾ ഇരുന്ന് കൊച്ചു വർത്തമാനം പറയുന്നു. ലയാങ് ലയാങ് എന്നായിരുന്നു ഞങ്ങളുടെ ഹോം സ്റ്റേയുടെ പേര്. വീഥികൾ വിജനമായിരിക്കുന്നു. ആശ്ചര്യപ്പെട്ടുപോയി. മോൻ പറഞ്ഞതനുസരിച്ച് ഇവിടെ നിന്ന് തിരിയാൻ സ്ഥലം കാണില്ല എന്നാണ് കരുതിയത്. കിട്ടിയ സ്ഥലത്ത് കുത്തിഞ്ഞെരുക്കി കാർ പാർക്ക് ചെയ്ത് പെട്ടികൾ എല്ലാം എടുത്ത് ഹോം സ്റ്റേയുടെ അകത്തോട്ട് കയറി. പൂമുഖം കിടന്ന സിറ്റൗട്ടിലേക്ക് കയറിയതും കൊച്ചു കുട്ടികൾ കളിപ്പാട്ടം കണ്ടതുമാതിരി കോരിത്തരിച്ചു നിന്നുപോയി. കാരണം അവിടെ മുഴുവനും അലങ്കരിച്ചിരിക്കുന്നത് അമ്മാതിരി വൈബിലായിരുന്നു. ഒരു ഭാഗത്ത് ഗ്ലോബ് നിവർത്തി വെച്ചിരിക്കുന്നു. ഇതുപോലെ എവിടെ കണ്ടാലും കണ്ണാദ്യം അന്വേഷിക്കാറ് ഇന്ത്യയെ ആയിരിക്കും. അതിന് മുന്നിലിരിക്കുന്ന നടത്തിപ്പുകാരനോട് എന്താണ് ഇവിടെ ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് പോലെ കിടക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഇന്ന് മെയ്ദിനുമല്ലേ എന്നായിരുന്നു മറുപടി കിട്ടിയത്. ചമ്മിപ്പോയി. യാത്രകൾ ചെയ്യുമ്പോൾ ഒരിക്കലും ഞാൻ ഹോളിഡേ നോക്കാറേയില്ല. ഒരു 4 കെട്ട് മാതൃകയിൽ ഉള്ള വീട്. ചുറ്റിനും ആമ്പൽക്കുളവും ഗോൾഡൻ ഫിഷും പൂക്കൾ ഉള്ളതും ഇല്ലാത്തതുമായ ചെടികളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ചൈനീസ് തോരണങ്ങൾ കൊണ്ട് അലങ്കരിച്ച ഒരു ഇടനാഴി കടന്നു ചെല്ലുമ്പോൾ കാണാൻ കഴിഞ്ഞത് മലാക്ക എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ഇതുപോലെ ഒരു വിൻഡോ കണ്ടതായി ഓർക്കുന്നു. താഴെ കിച്ചൺ ഉണ്ട് കേട്ടോ. നമുക്ക് ആവശ്യമുള്ള കോഫി, ടീ, നൂഡിൽസ് എല്ലാം ഉണ്ടാക്കാനുള്ള ഐറ്റംസ് സെറ്റ് ചെയ്ത് വച്ചിരിക്കുന്നു. ഇവിടെ ചുമരിലുള്ള ചിത്രം ചൂണ്ടിക്കാണിച്ച് മകൻ പറഞ്ഞു, മുമ്പൊരിക്കൽ അവിടെ വന്നപ്പോൾ ഒരു റഷ്യക്കാരി ഫ്രണ്ടിനെ പരിചയപ്പെട്ടെന്നും അവൾ വരച്ചതാണ് ഇതെന്നും. അസൂയ തോന്നി അവരോട്. എവിടെ ചെന്നാലും അവർക്ക് പറ്റിയ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് അവരങ്ങ് പോകും. കുറേ കാലം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അതൊക്കെ കാണുമ്പോൾ ഉള്ള അവരുടെ സന്തോഷം മനക്കണ്ണിൽ ആസ്വദിച്ച് പൂമുഖത്തിരിക്കുന്ന അതിഥികളോട് നേരം പോക്കും പറഞ്ഞു കുറച്ചു നേരം അങ്ങനെ ഇരുന്നു. സംഗായ് മലേക്ക എന്നറിയപ്പെടുന്ന ഈ നദിയെ ചുറ്റിപ്പറ്റിയാണ് ഇവിടുത്തുകാർ ജീവിക്കുന്നത്. നദിയെ കൂടുതൽ പുനരുജ്ജീവിപ്പിക്കാൻ ഇവർ ശുചീകരണം, സൗന്ദര്യവൽക്കരണം, വെള്ളപ്പൊക്ക നിയന്ത്രണം, മലിനീകരണ നിയന്ത്രണം, ടൂറിസം പ്രോത്സാഹനം, പൊതുജന പങ്കാളിത്തം എന്നിവയെല്ലാം ഏകോപിപ്പിച്ച് ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. മലാക്കയിലെ സൈക്കിൾ റിക്ഷകളെ ട്രൈഷോ അല്ലെങ്കിൽ ബെക്ക എന്നാണ് അറിയപ്പെടുന്നത്. മണിക്കൂറിന് 40 മലേഷ്യ റിംഗിറ്റ് കൊടുത്താൽ അവർ നമുക്ക് അവിടമെല്ലാം കൊണ്ട് കാണിച്ചു തരും. എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും കാണുന്നത് പോലെ മസാജ് പാർലറുകളും സ്പാ, ഫുഡ് മസാജ് മാത്രം മതിയെങ്കിൽ അങ്ങനെ എല്ലാം ഇവിടെയുമുണ്ട്. പുട്ട് പീരിങ് എന്ന ഒരു തട്ടുകട കണ്ടപ്പോൾ ആമാശയം വെറുതെ ബഹളം വയ്ക്കാൻ തുടങ്ങി. അമളി പറ്റിയതാണ് കേട്ടോ. നമ്മുടെ പുട്ടല്ല, എന്നാൽ ഇലയടയ്ക്ക് സാമ്യം. ഉള്ളിൽ ഫില്ലിങ്, മീനും മസാലകളും ചേർത്ത എന്തോ ഒന്ന് ഇലയിൽ പൊതിഞ്ഞ് ആവി കയറ്റി തന്നിരിക്കുന്നു. ഇതാണ് ഒന്തേ ഒന്തേ.
കൊഴുക്കട്ട പോലെ ഒന്ന്, മുകളിൽ നാളികേരം വെച്ച് പൊതിയുന്നു. നല്ല കടും മധുരം. അവിടെ ധാരാളമായി കാണുന്ന പനയിൽ നിന്നും എടുക്കുന്ന ഒരു ശർക്കര ഉപയോഗിച്ചാണ് അവരിത് നിർമ്മിക്കുന്നത്. ഭക്ഷണപ്രിയർക്ക് കണ്ണും മനസ്സും വയറും നിറയ്ക്കാൻ പറ്റിയ എല്ലാം ഇവിടെ കിട്ടും. നാവിന് രുചിയേകുന്ന മലായ്, ചൈനീസ്, ഇന്ത്യൻ, പോർച്ചുഗീസ്, ബാബ നോന്യ അങ്ങനെ പല രാജ്യങ്ങളുടെയും വിഭവങ്ങൾ ഇവിടെ കിട്ടും. ചിക്കൻ റൈസ് ബോൾ, ആസാം ലക്ഷ, മീൻ സൂപ്പ്, കറി ലക്ഷ അതായത് തേങ്ങാപ്പാൽ ചേർത്ത ഒരു ഐറ്റം, സത്തേ അതായത് മസാല പുരട്ടി ഇറച്ചി കമ്പിൽ കോർത്ത് ചുട്ടെടുത്ത് നിലക്കടല സൂപ്പിൽ മുക്കിത്തരും. ബാബ നോന്യ മലായ്, ചൈനീസ് ഒരു വിഭവം. അയംബുവ കെലുവാക്ക് ഒരു തരം ചിക്കൻ കറി. ഒട്ടക് ഒട്ടക് മസാല ചേർത്ത മീൻ പേസ്റ്റ് വാഴയിലയിൽ പൊതിഞ്ഞ് ആവിയിൽ ചുട്ടെടുക്കുന്നത്. ചെണ്ടൻ അതൊരു സ്വീറ്റ് ഐറ്റംസ് ആണ്. തേങ്ങാപ്പാൽ, പനക്കൽക്കണ്ടം, ജെല്ലി നൂഡിൽസ്, ഐസ്, ബീൻസ്, ചോളം അങ്ങനെ എല്ലാം ചേർത്തിട്ടുള്ള ഒരു സ്വീറ്റ് ഐറ്റംസ്. പിന്നെ പോർച്ചുഗീസ് ഭക്ഷണങ്ങൾ, ഡെവിൾ കറി നല്ല എരിവുള്ള ഒരു ഒന്നാന്തരം കോഴിക്കറി, ബേക്ക്ഡ് ഫിഷ്, പിന്നെ നാസി മലാക്ക് അതായത് തേങ്ങാപ്പാലിൽ വേവിച്ച ചോറ്, അതിൽ കുറച്ച് അണ്ടിപ്പരിപ്പ്, മുട്ട, വെള്ളരിക്ക, എരിവുള്ള സോസ്, പിന്നെ കോഴി അല്ലെങ്കിൽ മീൻ ഇതിലേതെങ്കിലും ഒന്ന് കേട്ടോ. അതൊക്കെ ഇട്ട് വേവിച്ച് നമുക്കത് നല്ല ഡെക്കറേറ്റ് ചെയ്ത് നമുക്ക് കൊണ്ടുവന്ന് തരും. പിന്നെയുള്ളത് ആസാം പെഡാസ് അതായത് പുളിയും എരിവും ഉള്ള മീൻ കറി. ചുരുക്കി പറഞ്ഞ ഭക്ഷണപ്രേമികൾക്ക് ഒരു പർദീസ തന്നെയായിരിക്കും ഇവിടം. മലേഷ്യയിലെ ഒരു സംസ്ഥാനമാണ് മലേക്ക. ഇതിൻ്റെ ചരിത്ര പ്രാധാന്യം മനസ്സിലാക്കി 2008 യുനെസ്കോ ഇതിനെ ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 15-ാം നൂറ്റാണ്ടിൽ പരമേശ്വര എന്ന രാജകുമാരനാണ് മലാക്ക സ്ഥാപിച്ചത് എന്ന് പറയപ്പെടുന്നു. സുമാത്രയിൽ നിന്നുമാണത്രേ ഈ രാജകുമാരൻ ഇവിടെ എത്തിയത്. തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ഒരു പ്രധാന വ്യാപാര കേന്ദ്രമായിരുന്നു ഇവിടം. ഇവിടെ ഇസ്ലാം മതം പ്രചരിപ്പിച്ചുവെന്നും അവരുടെ ഭാഷയായ മലായ് ഇവരുടെ പൊതുഭാഷയായി മാറിയെന്നും പറയുന്നു. 1511 മുതൽ 1641 വരെ പോർച്ചുഗീസുകാരും 1641 മുതൽ 1824 വരെ ഡച്ചുകാരും 1824 മുതൽ 1957 വരെ ബ്രിട്ടീഷുകാരും ഇവിടം കൈയടക്കിയിരുന്നുവെന്ന് ചരിത്രത്തിൽ കാണാം. എന്തായാലും ബ്രിട്ടീഷുകാരായിരുന്നു റബ്ബറും തോട്ടങ്ങൾ ഇവിടെ സ്ഥാപിച്ചതെന്ന് ഇവർ വിശ്വസിക്കുന്നു. ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നും തൊഴിലാളികളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതും ഇവരാണ്. 1957 കേട്ടോ മലേഷ്യക്ക് സ്വാതന്ത്ര്യം നേടിയത്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി 10 കൊല്ലത്തിനു ശേഷം. മലേഷ്യയുടെ ദേശീയ ഫ്രൂട്ട് പപ്പായ ആണെങ്കിലും പല മലേഷ്യക്കാരും ദൂരിയാനാണ് അവരുടെ ദേശീയ ഫ്രൂട്ടായി കണക്കാക്കുന്നത്. ഇവർക്കൊരു മുദ്രാവാക്യം തന്നെയുണ്ട്, മെലേവട്ട് മലേക്ക, ബെററിറ്റ് മെലേവട്ട് മലേഷ്യ എന്ന് വെച്ചാൽ മലാക്ക സന്ദർശിക്കുന്നത് മലേഷ്യ സന്ദർശിക്കുന്നത് പോലെയാണ് എന്ന്. ഇവിടെ കാണാനായി ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഡച്ച് സ്ക്വയർ, മലാക്ക ക്ലോക്ക് ടവർ, എ ഫമോസ ഫോർട്ട്, സെൻറ്റ് പയസ് ഹിൽ, സുൽത്താനേറ്റഡ് പാലസ്, ബാബ ന്യോങ്ങ ഹെറിറ്റേജ് മ്യൂസിയം, ജോങ്കർ സ്ട്രീറ്റ്, റിവർ ക്രൂയിസ്, മസ്ജിദ് സലാത്ത് മോസ്ക്, ചോങ് ഹൂൺ ടെങ് ടെമ്പിൾ, താമിങ് സാരി ടവർ, സൂ നൈറ്റ് സഫാരി, കെബാംസ് ബീച്ച്, അങ്ങനെ ഇനിയും എത്രയോ സ്ഥലങ്ങൾ. സ്കൈ റോളറാണ്. 360 ഡിഗ്രിയിൽ മലാക്കയുടെ ചന്തം ആസ്വദിക്കാൻ ഇതിലിരുന്നു കൊണ്ട് കഴിയും.
ഈ കാണുന്ന ഷിപ്പിൻ്റെ ഉള്ളിലാണ് ഇവരുടെ മ്യൂസിയം. ഇങ്ങനെ കുറേ ഉണ്ട് ഇവിടെ. മലാക്ക കടലിടുക്കിന് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന സ്വർണ്ണ താഴികക്കുടത്തോടു കൂടിയ ആധുനിക വാസ്തുവിദ്യയിലുള്ള ഒരു ആരാധനാലയമാണ് മസ്ജിദ് സലാത്ത് മലേക്ക. മനുഷ്യനിർമ്മിത ദ്വീപിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ പള്ളി വേലിയേറ്റ സമയത്ത് വെള്ളത്തിൽ ഒഴുകി നിൽക്കുന്ന പോലെ തോന്നിപ്പിക്കും. നേരം വൈകിയത് കാരണം ഈ പള്ളി ഓപ്പോസിറ്റ് സൈഡ് കാണാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. മലാക്ക കടലിടുക്കിൻ്റെ മനോഹര കാഴ്ചയും സൂര്യാസ്തമയവും ഈ പള്ളിക്കുള്ളിൽ നിന്നാൽ ആസ്വദിക്കാമെന്ന് പറയുന്നു. ഇതിൻ്റെ മിനാരം ഒരു ലൈറ്റ് ഹൗസ് ആയും പ്രവർത്തിക്കുന്നു. പിറ്റേന്ന് രാവിലെ തന്നെ മെലാക്കയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കോട്ട കാണാനാണ് പോയത്. അഫോസ ഡി സാന്റിയാഗോ എന്നാണ് ഈ കോട്ട അറിയപ്പെടുന്നത്. 1511 പോർച്ചുഗീസുകാർ സ്ഥാപിച്ചു എങ്കിലും പിന്നീട് വന്ന ഡച്ചുകാരും ബ്രിട്ടീഷുകാരും ഇതിൻ്റെ പല ഭാഗങ്ങളും നശിപ്പിക്കുകയാണ് ഉണ്ടായത്. ഇപ്പോൾ ഉള്ളതെല്ലാം പുനർനിർമ്മിച്ച ഭാഗങ്ങളാണ്. ഇവിടെയുള്ള സെൻറ്റ് പോൾസ് ചർച്ച് പോർച്ചുഗീസ് നിർമ്മിച്ചതാണെങ്കിലും ഇവിടെ കാണുന്ന ശവകുടീരങ്ങൾ എല്ലാം ഡച്ച് പ്രമാണിമാരുടെയും പ്രഭുക്കന്മാരുടെയും കല്ലറകൾ ആയിരുന്നു. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറുടെ ശവകുടീരം ആദ്യം ഇവിടെ ആയിരുന്നു. പിന്നീട് അത് ഗോവയിലേക്ക് മാറ്റി സ്ഥാപിക്കപ്പെട്ടു.